ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്തിനും ബോർഡ് അംഗം എ. അജികുമാറിനുമെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ. ജാമ്യാപേക്ഷയിൽ വാദം തുടരുന്നതിനിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇരുവർക്കുമുള്ള ദുരൂഹ ബന്ധം വ്യക്തമാക്കുന്ന രേഖകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. അതേസമയം പി.എസ്. പ്രശാന്തിനെയും എ. അജികുമാറിനെയും സെപ്റ്റംബർ 1 വരെ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്തിനും മുൻ അംഗം എ. അജികുമാറിനും 2019 സ്വർണ്ണക്കവർച്ചയുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്ന തെളിവുകളാണ് പ്രോസിക്യൂഷൻ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. ഇരുവരുടെയും ജാമ്യ ഹർജിയിൽ വാദം തുടരുന്നതിനിടെയാണ് ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. ദ്വാരപാലക ശില്പപ്പാളികൾ സ്വർണം പൂശുന്നതിനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് അനുമതി നൽകാൻ തീരുമാനിച്ച ദിവസം പി.എസ്. പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഫോണിൽ സംസാരിച്ചതിന്റെ രേഖകളാണ് കോടതിയിൽ സമർപ്പിച്ചത്. ബോർഡ് യോഗം ചേരുന്നതിന് മുൻപ് പോറ്റി ഉൾപ്പെടെയുള്ളവരുമായി വാട്സാപ്പിലൂടെയും ബന്ധപ്പെട്ടിരുന്നതായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. എ. അജികുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നേരിൽ കണ്ടതിന്റെയും തെളിവുകളുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. സ്വർണം പൂശുന്നതിനായി പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ അനുമതി തേടി മറ്റൊരാളുടെ ഇമെയിൽ വിലാസത്തിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് അപേക്ഷ നൽകിയതായും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. സ്വർണം പൂശലിന്റെ 40 വർഷത്തെ വാറന്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് നൽകിയിരുന്നത്. ദേവസ്വം സ്വത്തിന്റെ വാറന്റി സ്വകാര്യ വ്യക്തിയുടെ പേരിലായതും ദുരൂഹതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. വാറന്റി റദ്ദാക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടും തുടർ നടപടി ഉണ്ടായില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. സ്വർണം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് വ്യാജ കരാർ നിർമ്മിച്ചതും പി.എസ്. പ്രശാന്തും എ. അജികുമാറും പങ്കാളികളാണെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു രാജൻ ഹാജരായി. അതേസമയം പി.എസ്. പ്രശാന്തിനെയും എ. അജികുമാറിനെയും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ നേരിട്ട് ഹാജരാക്കി. ഇരുവരെയും സെപ്റ്റംബർ 1 വരെ വീണ്ടും റിമാൻഡ് ചെയ്തു. അമൃത ന്യൂസ്, കൊല്ലം.